അതെ അതെ. ഇപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഒരു MLA-യും ഇവിടുത്തെ ഒരു വനിതാ നേതാവായിട്ടുള്ള ഷൈൻ ടീച്ചറിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള പ്രചാരവേല നടത്തുന്നത് കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഷൈൻ ടീച്ചർ ഇതിനകം തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മീഡിയ കൊടുത്തിട്ടുണ്ടാവണം. അത് അവർ നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. DGP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൻ്റെ പരാതികൾ നൽകിയിട്ടുണ്ട്. ശുദ്ധ അസംബന്ധം എങ്ങനെയാണ് വാർത്തയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതോടുകൂടി കേരളത്തിൻ്റെ കോൺഗ്രസ് എത്രമാത്രം ജീർണതയിൽ അധംപതിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ വിഷയം വന്നതിന് ശേഷമുണ്ടായ സംഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അത് വെളിപ്പെടുത്തിയ ഇരകളായിട്ടുള്ളവരെ സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നത് കണ്ടു. ആ വിഷയത്തോട് പ്രതികരിച്ച കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്ന നിലകൾ കണ്ടു. അപ്പോൾ കേരളത്തിൽ ഒരു സംഘം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസും കോൺഗ്രസിൻ്റെയും ആളുകൾ എന്ത് നെറുകേടും കാണിക്കും എന്നതിൻ്റെ അങ്ങേയറ്റം വരെ പോകുന്നതാണ് നമുക്ക് ഇതിലെല്ലാം കാണാൻ കഴിഞ്ഞത്. അപ്പോഴെല്ലാം നമ്മുടെ പാർട്ടിയും ഞങ്ങളെല്ലാവരും അതിനെ സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തിയതാണ്. ഇപ്പോൾ അവർ ചെന്ന് വീണ ജീർണത മറച്ചു വയ്ക്കാൻ CPM-നെയും CPM-ൻ്റെ ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും കരിവാരി തേക്കാം എന്നുള്ള സമീപനമായിട്ടാണ് ഇപ്പോൾ ഈ പ്രചാരവേലകൾ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വാലും തലയില്ലാത്ത ചില കാര്യങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയയോടെ പ്രചരിപ്പിക്കുക, എന്തും വിളിച്ചു പറയാൻ നാക്കിന് എല്ലില്ലാത്ത ചില ആളുകൾ വീഡിയോ ചെയ്തിട്ട് ചില സംശയാസ്പദമാക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ പറയുക. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നാണ് അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ CPM-ൻ്റെ MLA-മാരിൽ ഒരാൾ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുക. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അപ്പോൾ കേൾക്കുന്നവർക്ക് ഇതെല്ലാം ശരിയാണെന്ന് തോന്നത്തക്ക വലിയ ആധികാരികതയോടുകൂടി കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് ഒരു ചിത്രമുണ്ടാക്കി വെച്ചിട്ടാണ് ഈ പ്രചാരവേലകൾ നടത്തിയത്. എത്ര ക്രൂരവും എത്ര തെറ്റായ രീതിയുമാണ് ഇത് എന്നുള്ളത് കാണണം. അതിനെ ശക്തമായി നിയമപരവും രാഷ്ട്രീയവുമായി തന്നെ നേരിടണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഒരു സംശയം വേണ്ട, പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സ്ത്രീകൾ, അത് രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന നിരവധി സ്ത്രീകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ആത്മാഭിമാനത്തോടെ അവരുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശം നമ്മുടെ സമൂഹത്തിനുണ്ട്. നമ്മുടെ പരിഷ്കൃത സമൂഹം എന്നെല്ലാം പറയുന്നത് ആ നിലയിലേക്ക് ഉയർന്ന സമൂഹമാണ്. എന്നാൽ അതിനെ ഏറ്റവും അപരിഷ്കൃതമാവുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്താൽ അതിനെ മലയാള നാട് അംഗീകരിച്ചു തരില്ല. അതിനെ എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് എതിർക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മനുഷ്യരും ചേർന്ന് നിന്നുകൊണ്ട് എതിർക്കേണ്ടതാണ്. ടീച്ചർ ഈ കേരളത്തിലെ മുഖ്യധാര രംഗത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വനിതയാണ്. നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായിരുന്നാണ്. ടീച്ചറാണ്, എല്ലായിടത്തും പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അവരെ പോലും സംബന്ധിച്ചാണ് ഇത്തരം തെറ്റായ വേലകൾ നടത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ജനപ്രതിനിധിയായിട്ടുള്ള ഞങ്ങളുടെ MLA-ആണ്. ജനകീയരായ നേതാക്കന്മാരെ ഇടിച്ചു കാണിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വാർത്തകൾ കൊടുക്കുന്നത് സ്വാഭാവികം നാം കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ടല്ലേ ഒരു വാർത്ത. ഇപ്പോൾ ശൂന്യതയിൽ നിന്നും വ്യാജമായ കാര്യങ്ങൾ നിർമ്മിച്ചെടുത്ത് ഇങ്ങനെ രാഷ്ട്രീയമായി ആക്രമിക്കുക എന്ന പദ്ധതി ഇപ്പോൾ ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയക്കകത്ത് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ളൊരു രീതിയാണ്. അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കും. ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ടീച്ചർ നടത്തിയിട്ടുള്ള നിയമപരമായ ഇടപെടലുകൾക്കെല്ലാം പൂർണ്ണമായ പിന്തുണയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് DGP ഉൾപ്പെടെയുള്ള വനിതാ കമ്മീഷൻ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. DGP ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ല, MLA-യും സ്വാഭാവികമായിട്ട് അത് ചെയ്യും. MLA നിയമപരമായ നടപടികളോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു. ഇന്ന് ഇപ്പോൾ ഇത് ഉണ്ടായ സംഭവത്തിൽ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നിയമസഭയ്ക്കകത്തായിരുന്നു. അദ്ദേഹം അത് പ്രതികരിക്കും. സ്വാഭാവികമായി അദ്ദേഹം നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. അതിൻ്റെ അകത്തൊന്നൊരു സംശയവും കാണും. അല്ല, നമ്മളതിൻ്റെ ശക്തമായ നമ്മുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറഞ്ഞു, നമ്മുടെ ശക്തമായ നിലപാട് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി തുറന്നു കാണിക്കാൻ ആവശ്യമായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ കൂട്ടായി ആലോചിക്കുകയും ചെയ്യും. അന്നാണല്ലേ മനസ്സിലാക്കപ്പെടേണ്ടത്. അവിടെ നിന്നാണല്ലോ ഈ ജീർണതയെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നില വന്നത്. അതിൻ്റെ തുടർച്ചയിലാണല്ലോ കോൺഗ്രസ് നേതാക്കന്മാർക്കും വനിതകൾക്കും വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുന്നവരെ ആക്രമിക്കുന്ന നിലയുണ്ട്. ഇപ്പോൾ ഞങ്ങളങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ ഒരു തലയും വാലും ഇല്ലാത്ത സാധനം ഉണ്ടാക്കി ഒരു സോഷ്യൽ മീഡിയയിൽ വാർത്തയാക്കിയിട്ട് ആ പോസ്റ്റും അത്തരം കണ്ടൻറ്റും പല കോൺഗ്രസിൻ്റെ പ്രധാനികളും ഷെയർ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇതൊരു ആസൂത്രിതമായ നീക്കമല്ലേ. അവരാസൂത്രിതമായി തന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടുന്ന ഒരു ബോധപൂർവവും ആസൂത്രിതമായ നീക്കമാണ്. അത് തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ്. ഇവരുടെ ഇത്തരത്തിലുള്ള ക്രൂരമായ രാഷ്ട്രീയ സമീപനത്തെ വച്ചുപൊറുപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് കേരളീയ സമൂഹം എന്നാണ് എൻ്റെ അഭിപ്രായം.